നമ്മളിൽ തന്നെ കുറെ ആൾക്കാർ വിചാരിച്ചെന്താണെന്നറിയോ, കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഭരിക്കാൻ വരും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അടിമകൾ ഇങ്ങനെ. അതാണല്ലോ ഈ MLA നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് തൊഴും. എഴുന്നേറ്റ് നിൽക്കേണ്ടത് അവരാടോ. നമ്മളിരിക്കും. നമ്മളാണ് യജമാനന്മാർ. നമ്മുടെ മുന്നിൽ പിണറായി വിജയൻ ഇരിക്കാൻ പാടില്ല, നിൽക്കണം. നമ്മൾ ചോദിക്കും, എടോ വിജയ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ തന്നെ നിയമിച്ചത് അല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? താൻ പോയി കണ്ട് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയില്ലേ നിന്റെ ആൾക്കാര്? ഇതിനാണോ നിന്നെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത്? ആണോ? എന്തൊക്കെ കൊള്ളകളാണോ താൻ നടത്തിയത്? തന്റെ മോൾക്ക് IT പാർക്ക് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് മാസപ്പടി വാങ്ങാനും ഒക്കെ ആണോടോ തന്നെ നിയമിച്ചത് എന്നൊക്കെ നമ്മൾ കൈവിരൽ ചൂണ്ടിയിട്ട് ഇയാളോട് ചോദിക്കണം. ഇയാളോടല്ല, ആരോടും ചോദിക്കണം. CMA ഒരു ചോദ്യം എന്ന് ചോദിക്കുന്നതോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന നൃശംസനാണ് ഈ പിണറായി വിജയൻ. ഇവനാണ് വീണ്ടും വരുന്നത്. ഇവൻ വീണ്ടും വരികയാണ് അല്ലേ? എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാതൃഭൂമി പത്രത്തിലെ ഈ വാർത്ത നമ്മൾ വിധിക്കും, ഏറ്റവും ക്ലിയറായ എന്താ പറയാ തലക്കെട്ടാണിത്. നമ്മൾ വിധിക്കും. നമ്മളാണ് വിധിക്കാൻ പോകുന്നത്. ആരെ? നമ്മളുടെ പണിക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നമ്മളാണ് വിധിക്കുന്നത്. ആര് വേണം പണിയെടുക്കാൻ? നല്ല പണിക്കാർ വരട്ടെ, നല്ല രീതിയിൽ പണിയെടുക്കട്ടെ. നമ്മൾ ശമ്പളം കൊടുക്കും. നന്നായി പണിയെടുക്കുകയാണെങ്കിൽ അടുത്ത വർഷവും ഇവരെ തന്നെ നമ്മൾ അധികാരത്തിലേറ്റും, അല്ലെങ്കിൽ കണക്ക് പുറത്ത് എന്ന് പറയും. ഇതാണ് ജനാധിപത്യ സംവിധാനം. ആ ജനാധിപത്യ സംവിധാനത്തിന്റെ തിരഞ്ഞെടുപ്പാണ് 9-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവന്മാരാരും നമ്മളെക്കാൾ വലിയവരല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ പണിക്കാരൻ, നമ്മുടെ കൂലിപ്പണിക്കാരൻ നമ്മളോട് എന്താ ചെയ്തത്? കണ്ണുരുട്ടും. നമ്മളോട് കൈവിരൽ ചൂണ്ടുന്നു. പാടില്ല. നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. CMA മറുപടി പറ CMA എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മറുപടി പറയണം. അയാൾ ഏതൊറക്കത്തിലും പറയണം. ഇതിനു വേണ്ടിയിട്ടാണ് അയാളെ ചെലവും കൊടുത്ത് നമ്മൾ നിയമിച്ചത് അല്ലേ? ഇതാണ് ഇന്ന് പ്രാരംഭമായി ഇന്നത്തെ വീഡിയോകളുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ. ഞാൻ ഈ കാര്യം പറയാൻ കാരണം നമ്മുടെ ഇടയിലുള്ള പല ആൾക്കാരുടെയും ധാരണ എന്ന് പറഞ്ഞ് ഇവന്മാരെന്തോ മഹാരാജാക്കന്മാരാണ്. കാലം കഴിഞ്ഞിടോ. മഹാരാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഒക്കെ കാലം കഴിഞ്ഞു. നാടുവാഴികളുടെയും ചട്ടമ്പിമാരുടെയും കാലം കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങളാണ് അധികാരികൾ. ജനങ്ങൾ തീരുമാനിക്കും. ഞാനും നിങ്ങളും തീരുമാനിക്കും ആര് വരണം, ആരിവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഭരിക്കണം എന്നുള്ള വാക്ക് പറയരുത്. നമ്മളെ ആരെങ്കിലും ഭരിക്കാൻ വേണ്ടി വരണ്ട. നമ്മൾ ഭരിക്കും. നമ്മളാണ് ഭരിക്കുന്നത്. ഇവനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കാനാണ് ഈ ആളുകളൊക്കെ നിരന്നിരിക്കുന്നത്. അവരെയാണ് നമ്മൾ 9-ാം തീയതി തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. മറന്നു പോകരുത്. ആരും മറന്നു പോകരുത്. നമ്മൾ വിധിക്കും. അങ്ങനെയാണ്, നമ്മൾ വിധിക്കും. 2,71,96,936 വോട്ടർമാർ. എന്താണ്? നമ്മൾ വിധിക്കും. മനസ്സിലാക്കണേ, നമ്മൾ വിധിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 9-ാം തീയതി നമ്മളാണ് വിധിക്കാൻ വേണ്ടി പോകുന്നത്. ആരാണ് അടുത്ത 5 വർഷം നമ്മളെ ഭരിക്കേണ്ടത് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ഈ സംസ്ഥാനത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ, ഒന്ന് ക്രമപ്പെടുത്താൻ, ഇവിടെ ഒരു നീതി പുലരണമെങ്കിൽ, ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ അതിനനുകൂലമായ ഒരു പരിസ്ഥിതി ഉണ്ടാക്കണം. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കും. ഇതിനൊക്കെ നമ്മളാണ് പൈസ കൊടുക്കുന്നത്. നമ്മൾ പൈസ കൊടുക്കണം. ഇതൊന്ന് നോക്കി നടത്താൻ അല്ലേ? ഇതിനൊരു ഒരു നേതൃത്വം കൊടുക്കാൻ ഇതിന് നമ്മൾ പൈസ തരും. ഇത് വെറുതെ ഓസാരത്തിനൊന്നും ആരും ചെയ്യണ്ട. നമ്മൾ പൈസ തരും. നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം തരും, എലവൻസ് തരും, എന്ത് വേണ്ട നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ തരും. അപ്പൊ 5 വർഷത്തേക്ക് ഞങ്ങൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആര് പറയുന്ന പോലെ? ഈ പറയുന്ന 2,72,00,000 ആൾക്കാർ പറയുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ തിരഞ്ഞെടുക്കുന്നത്? ഈ 9-ാം തീയതി നമ്മൾ കുറെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കുന്നവരാണ് അതിൽ നിന്ന് എന്താ പറയാ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗമാണോ അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ആരാണ് യഥാർത്ഥത്തിൽ? നമ്മളാണ് ഇതിന്റെ കാര്യകർത്താക്കൾ. നമ്മളാണ് അധിപന്മാർ. നമ്മുടെ നാട് അല്ലേ? നമ്മുടെ ജീവിതം, ഇതൊക്കെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുന്ന കൂലിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട്
തിക്കിത്തിരക്കി വരുന്നവരാണ്. ഒരു ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റ് എഴുതാൻ, അത് ഇന്റർവ്യൂവിന് അതൊക്കെ അങ്ങനെ ഒരു 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 സിസ്റ്റം ഉണ്ടല്ലോ. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സേവിക്കുക എന്ന് പറയരുതേ, സേവിക്കല്ല, പൈസ തരുടോ, പൈസ തരും. ഇതിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെ ക്യൂ നിന്ന് നമ്മളെ താണ് തൊഴുത് ഏട്ടാ നമ്മൾ ചെയ്തു തരാം, നമ്മളെ എങ്ങനെയെങ്കിലും സെലക്ട് ചെയ്യണേ, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നമ്മളെ കയ്യും കാലും പിടിച്ച് നമ്മളെ മുന്നിൽ വന്ന് ഇളിച്ചു കാട്ടി നമ്മളെ മുന്നിൽ നിന്ന് തൊഴുകയോടെ നിന്ന് ഇവന്മാരൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതിൽ നിന്ന് ആരൊക്കെ വേണം? ആരൊക്കെയാണ് കള്ളന്മാര് വേണ്ട. ഇതിൽ ആരൊക്കെയാണ് സംശുദ്ധന്മാരായ ആൾക്കാര്, വിശ്വസിക്കാൻ പറ്റാവുന്ന ആൾക്കാര്? ഇവരെയൊക്കെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടാണ് വിജയിപ്പിക്കുന്നത്. ഈ വിജയിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ നാടൊരു 5 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ക്രമസമാധാനവും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ഇതിന്റെയൊക്കെ ഒരു മേൽനോട്ടം വഹിക്കേണ്ട ആൾക്കാരാണ് ഇവര്. ഇതാണ് യാഥാർത്ഥ്യം.